നമസ്കാരം. ദ പാത്ത് ഓഫ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എല്ലാം ആർജിക്കുന്ന എന്തോ ഒന്നാണ് എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. എഡ്യൂക്കേഷനിൽ നമ്മുടെ വീട്ടിൽ പേരൻസായിട്ടും മറ്റുള്ളവരുമായിട്ടും ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് ഈ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. അങ്ങനെയാണോ? എപ്പോഴാണ് ശരിക്കും എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്? ചാരുജി മഹാരാജ് ഒരു ടോക്കില് ഇതേക്കുറിച്ചിട്ട് വളരെ ഡെപ്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ആധ്യാത്മിക അന്വേഷണം എപ്പോഴാണ് തുടങ്ങുന്നത്? ഇപ്പൊ ചാരുജി മഹാരാജ് അവിടെ അഷ്ടവക്രന്റെ ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അച്ഛൻ അമ്മയോട് വേദത്തിലെ ചില ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടി കളിയാക്കി ചിരിച്ചു എന്നാണ്. കാരണം അപ്പൊ തന്നെ അവന് തെറ്റ് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ എവിടുന്നാണ് അവന് ആ നോളജ് കിട്ടിയത്? ആണ് ചാരുജി മഹാരാജ് ചോദിക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ ശപിക്കുന്നത്, നീ 8 തലത്തില് ഡിഫോംഡ് ആയിട്ട് ജനിക്കുന്നത്, അതാണ് അഷ്ടവക്രമായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ശരിക്കും അറിവ് എന്ന് പറയുന്നത് പുറമേ നിന്നും ആർജിക്കുന്ന ഒന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നതാണ് എന്നുള്ളതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അപ്പൊ മോഡേൺ സയൻസസും ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോളജി ഓഫ് ബിലീഫ് എന്നുള്ള പുസ്തകമുണ്ട്. അതില് ആ ലേഖകൻ ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം ഇതേക്കുറിച്ച് പരാമർശിക്കുന്നത്. ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. പുറമേ ഉണ്ടാവുന്ന അന്തരീക്ഷത്തെ ഇംബൈബ് ചെയ്തിട്ട് ആ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഞാൻ എന്താണ് ഇവിടെ പ്രകടമാക്കേണ്ടത്? അപ്പൊ അവിടെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ടുവരും. എപ്പിജെനറ്റിക്സ് എന്നൊരു ശാഖ വന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളിലുള്ള നോളജിനെ പുറമേ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉള്ള അന്തരീക്ഷം അതാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഇപ്പൊ നോളജ് ഉണ്ട് ഓൾറെഡി, അത്
മാനിഫെസ്റ്റ് ചെയ്യാനുള്ള അന്തരീക്ഷം, സ്നേഹം നിറഞ്ഞ അന്തരീക്ഷമാണ് കൂടുതൽ കൂടുതൽ മാനിഫെസ്റ്റ് ആവും. അപ്പൊ മരങ്ങളെ പറ്റി ചിന്തിച്ചാൽ അറിയാം, നല്ല വിത്താണെങ്കിൽ നല്ല അന്തരീക്ഷം വേണം, എങ്കിൽ മാത്രമേ അത് നല്ലൊരു മരമായിട്ട് മാറും. അല്ലെങ്കിൽ അത് ബോൺസായി മരമായിട്ട് മാറും, ചിലപ്പോൾ കായ്ക്കാതെ ഇരിക്കും. ഇത് നമ്മളെ സംബന്ധിച്ചോളം വളരെ വളരെ ശരിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കൊണ്ടുവരുന്ന ഉള്ളിലുള്ള ഒരു ഇന്റലിജൻസ്. രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് ആർജിക്കുന്ന പലതും. ഇത് തമ്മിൽ പലപ്പോഴും ഒരു ടസിൽ ഉണ്ടാവുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഇത് കാണാം. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങൾ പലതും ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കുന്നത് വേറെ പലതും. ഇത് തമ്മിൽ ടസിലുണ്ടാവും. ഞാൻ അറിയുന്ന ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് മൈക്രോബയോളജിയാണ് പഠിച്ചിരുന്നത്. അദ്ദേഹം അത് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു പുരോഹിത കാസ്റ്റിൽ ജനിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. ബാക്ടീരിയ വൈറസും ഒന്നും അല്ല അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനൊക്കെ കാരണങ്ങൾ വേറെ ഉണ്ട്, കർമ്മഫലങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. ചിലര് ഈശ്വരനെ വിശ്വസിക്കുന്നു, എല്ലാത്തിനും കാരണം ഈശ്വരനാണ്. അപ്പൊ നമ്മൾ എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്നെ പൂജ ചെയ്തിട്ടാണ് തുടങ്ങുന്നത് തന്നെ. ഒരു വലിയൊരു കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഒരു പൂജ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണ് ഈ പൂജയ്ക്ക് ഈ മോഡേൺ സയൻസുമായിട്ട് ബന്ധം? ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പേ പൂജ. അപ്പൊ അവിടെ ഈശ്വരനെ എന്തിനാണ് ഇൻവോക്ക് ചെയ്യുന്നത്? പക്ഷേ ഈശ്വരൻ എന്നുള്ള തത്വത്തെ നമുക്ക് എഡ്യൂക്കേഷനിൽ പറയാനും പറ്റില്ല. ഈശ്വരനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കില്ല. ഇപ്പൊ കോൺഫറൻസസിലൊക്കെ പോകുമ്പോൾ കാണാം, എല്ലാവരും ക്ഷേത്ര ദർശനമോ പള്ളിയിൽ പോയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ കോൺഫറൻസിൽ എവിടെയും ഈശ്വരനെ കുറിച്ചൊരു പരാമർശമില്ല. അതൊരു മോശപ്പെട്ട കാര്യമാണ്. അത് വരുമ്പോൾ എല്ലാവരും ഒന്ന് എതിർക്കാൻ തുടങ്ങുന്നു, ഇതെന്താ ഇവിടെ? പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതിൽ വിശ്വസിക്കുന്നു. ഇതൊരു തരത്തിലൊരു ഇൻഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? നമുക്ക് എല്ലാം നൽകുന്നത് ഒരു ശക്തി ഉണ്ട്, നമ്മുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പുറമേ പഠിപ്പിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഒരു കണ്ടിന്യൂറ്റി നടക്കുന്നുണ്ട്. ഉള്ളിലുള്ള ഈ അറിവിനെ അൺഫോൾഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അല്ല പുറമേ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമില്ലേ. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ഒരു ടസ്സില് അതാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. പലതരത്തിലും മെന്റൽ സ്ട്രെസ് ഉണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ ഒരു ഇൻഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിഷേധിക്കുന്നു, യഥാർത്ഥ സത്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സൈക്കാട്രിക് പ്രോബ്ലംസ് ആകുന്നു, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആകുന്നു, ശാരീരിക രോഗങ്ങളാവുന്നു, പല രീതിയിലും പ്രത്യക്ഷപ്പെടുന്നു. അത് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് വരുന്നു. അത് നമ്മുടെ ഉള്ളിലൊരു പേഴ്സണാലിറ്റി ക്രൈസിസ് ഉണ്ട്. ഏതാണ് ശരി, എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? നമുക്കൊരു ജീവിതത്തിൽ ഒരു പ്രധാന പ്രശ്നം വരികയാണെങ്കിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്? ആ തീരുമാനം ഉള്ളിൽ നിന്നും വരുന്ന ആ ഫ്ലോന് അനുസൃതമാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം അതാണ് ശരിക്കുള്ള അറിവ്. ആദ്യം പോലെ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലോ മാനിഫെസ്റ്റ് ചെയ്യാൻ തക്കോണമായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ. അപ്പൊ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും സ്നേഹത്തിൽ ആശ്രയിച്ചിട്ടായിരിക്കണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് യഥാർത്ഥ ധർമ്മം. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ അവിടെ? എൻ്റെ ഉള്ളിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ അതൊരു ബ്ലോക്കാണ്, ഏത് തരത്തിലുള്ള ശാസ്ത്രമായാലും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തൻ്റെ താലിസ്മാനിൽ പറഞ്ഞത്, നിങ്ങൾ സംശയഗ്രസ്തരോ അഹംബോധം നിങ്ങളെ വല്ലാതെ അലട്ടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ. എന്താണത്? നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിങ്ങൾ കണ്ടിട്ടില്ല ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിൽ സഹായം നൽകുമോ, അദ്ദേഹത്തിന് സ്വരാജ്യത്തിലേക്ക് നയിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതാണ് ഹാർട്ടിന്റെ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ ചെയ്യുന്ന പ്രവൃത്തി നന്മ നിറഞ്ഞതാണോ അതോ സ്വാർത്ഥത്വം നിറഞ്ഞതാണോ? നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അതിന്റെ ഉദ്ദേശം. പേരും പ്രശസ്തിയും പൈസയും ഉണ്ടാക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാർത്ഥത നിറഞ്ഞാണ്. അങ്ങനെ ഏതെങ്കിലും ഇതിന് സ്വാർത്ഥത നിറഞ്ഞതാണെങ്കിൽ അപ്പൊ തന്നെ ഉപേക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവും. അതിപ്പോ ശാസ്ത്രമായാലും വേണ്ടില്ല, റിലിജിയൻ ആയാലും വേണ്ടില്ല. റിലിജിയൻ നമ്മൾ ഡിസാർമണിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആചാരങ്ങൾ തമ്മിലുള്ള ടസൽസ് കാരണമാണ്. ആചാരങ്ങൾ ശരിക്കും ഈശ്വരനെ റിവീൽ ചെയ്യാൻ ചെയ്യുന്നതല്ലേ?
അപ്പൊ എന്തുകൊണ്ടാണ് അതില് ടസല് നടക്കേണ്ട ആവശ്യം? രണ്ട് സ്കൂളുകൾ രണ്ട് സിലബസാണ്. രണ്ട് സ്കൂളുകളും യുദ്ധം നടന്നാൽ എന്തായിരിക്കും സ്ഥിതി? CBSE ആണോ നല്ലത്, സ്റ്റേറ്റ് സിലബസ് ആണോ നല്ലത്, ICSE ആണോ നല്ലത്, കേംബ്രിഡ്ജ് ആണോ നല്ലത്? ഏറ്റവും പ്രധാനം കുട്ടി നന്നാവുക എന്നുള്ളതാണ്. ഈ സിലബസിലൂടെ എല്ലാം കടന്നു വന്നിട്ട് നന്നായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മള് ഇതെല്ലാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഈ അടുത്ത് GPS എന്നുള്ള ഈ വളരെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു ഫെസിലിറ്റി അത് കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ള ഒരു പ്രസിദ്ധയായിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യന്റെ മരണം സംഭവിച്ചു. ആഫ്രിക്കൻ ഒരു ലേഡിയാണ്. അവര് ജീവിതം ആരംഭിച്ചത് വളരെ വളരെ വിഷമം നിറഞ്ഞ ഒരു കണ്ടീഷനായിരുന്നു. 5 കിലോമീറ്റർ ദിവസേന നടന്നിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും അവർ എത്തിയത് ഏത് തലത്തിലാണ്? അപ്പൊ അങ്ങനെയും വളരാൻ പറ്റും. വളരണമെന്നുണ്ടെങ്കിൽ വലിയ സ്കൂളുകളിൽ പഠിക്കണമെന്നോ ഇന്ന സിലബസ് പഠിക്കണമെന്നില്ല. അത് ഇന്ന റിലിജനിൽ നിന്നുകൊണ്ടേ നന്നാവാൻ പറ്റുള്ളൂന്നോ അർത്ഥമില്ല. നന്നാവുക എന്നുള്ളതാണ് പ്രധാനം. ആ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ഈ ഒരു ഇംബാലൻസ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരൻ അല്ലെങ്കിൽ പൂർണ്ണത എന്നുള്ള തത്വം നമ്മൾ സ്കൂളുകളിൽ എഡ്യൂക്കേഷനിൽ യാതൊരു മടിയും കൂടാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതന്നെയാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നത്, അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നത് എന്നുള്ളത് നമ്മൾ സ്കൂള് കരിക്കുലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ തരത്തിലുള്ള ഡിസ്ഹാർമണിയൊക്കെ ഇല്ലാണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു എല്ലാവരും തമ്മിൽ ഒരു കോറിലേഷൻ വരാൻ അത് സഹായിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.